വെൽക്കം ടു ക്രൈം ദ നമ്പേഴ്സ്. സോ ബുക്സിൻ്റെ ഈ ഒരു സെഷനിൽ നമ്മൾ ചെക്ക് ബൗൺസിങ് എൻട്രി എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ പി ഡി സിൻ്റെ ഒരു വർക്ക് അറൗണ്ട് കണ്ടിരുന്നു. അതിൽ നമ്മൾ ആ എമൗണ്ട് അൺഡെപ്പോസിറ്റ് ഫണ്ട് എന്നുള്ള അക്കൗണ്ടിലേക്കാണ് മാറ്റിയിട്ടിരുന്നത്. ഇൻ കേസ് നമ്മൾ ആ ഒരു ചെക്ക് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യുന്ന ഡേറ്റ് ആയി നമ്മൾ സബ്മിറ്റ് ചെയ്തു, പക്ഷേ നമ്മുടെ ആ ഒരു കസ്റ്റമറിൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇല്ലാഞ്ഞിട്ടോ ഏതെങ്കിലും സിറ്റുവേഷൻ കൊണ്ട് നമ്മുടെ ചെക്ക് ബൗൺസ് ആയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എൻട്രി പോസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി പേയ്മെന്റ് റെക്കോർഡ് ചെയ്ത ആ എൻട്രിയിൽ വരിക. ഇവിടെ നമുക്ക് റീഫണ്ട് എന്നൊരു ഓപ്ഷൻ കാണാം. റീഫണ്ട് എന്നുള്ളത് കൊടുക്കുക. ഇവിടെ നമ്മൾ ചെക്ക് ഡേറ്റ് കൊടുത്തിരുന്നത് ജൂലൈ 31 ആയിരുന്നു. അപ്പം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നത് ജൂലൈ 31 തന്നെ സബ്മിറ്റ് ചെയ്തെങ്കിൽ ആ 31 എന്നുള്ള ഡേറ്റ് കൊടുക്കുക. ദെൻ ഇവിടെ നമ്മൾ കൊടുക്കേണ്ട അക്കൗണ്ട് അൺഡെപ്പോസിറ്റ് ഫണ്ട് തന്നെയാണ്. അതിനുശേഷം നമ്മൾ സേവ് ചെയ്യുന്നു. ഇപ്പോൾ സംഭവിച്ചത്, നമ്മൾ ചെക്കിൻ്റെ എൻട്രി പോസ്റ്റ് ചെയ്ത സമയത്ത് അൺഡെപ്പോസിറ്റഡ് ഫണ്ട് എന്നുള്ള അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ബൗൺസ് ചെയ്ത സമയത്ത് നമ്മൾ അൺഡെപ്പോസിറ്റഡ് ഫണ്ട് ക്രെഡിറ്റ് ആയിട്ട് ആ അക്കൗണ്ട് ഇവിടെ സീറോ ആയി പോവുകയാണ് ചെയ്തേക്കുന്നത്. ബാങ്കിൽ എൻട്രി വരുകയും ചെയ്തു, അൺഡെപ്പോസിറ്റഡ് ഫണ്ടിൻ്റെ അക്കൗണ്ട് സീറോ ആയി പോയിട്ടുമുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ ഈ സിറ്റുവേഷൻ സോഹോ ബുക്സിൽ മാനേജ് ചെയ്യുന്നത്.